ഈസ്റ്റി ഇപ്പോൾ പുതിയ പാക്കിൽ പുതുമ മാറാത്ത രുചിയിൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ? കോമഡി ദിവസം വന്നതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു, പിന്നെ ഈ കൊറോണ അവസ്ഥ കാരണം. എന്നാലും ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു? ലൈവ് പ്രോഗ്രാം ഒരുപാട്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ലിസ്റ്റ് ഉള്ളത്? ഇന്ന് വിനയ് ഫോർട്ട്, ഉമ്മൻചാണ്ടി സാറ്, വിശാലിച്ചിട്ട്. വിശാലിച്ചാൻ്റെ അടുത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ സുബീഷേ, നമുക്ക് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ്? PS രാജു സാർ, പിന്നെ ഷമി തിരകൻ സാർ, ഡയറക്ടർ ലാൽജോ സാർ. അപ്പോൾ നമ്പർ തുടങ്ങാം. ഫസ്റ്റ് നമ്പർ പറഞ്ഞു. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ഓഖി വന്നു, 2 പ്രളയം വന്നു, ഇപ്പോൾ ഇതാ കൊറോണ വൈറസ്. ഇതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒരു കടമ കൂടി ഞങ്ങൾ നിർവഹിച്ചു. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതാകാം ഇങ്ങനെ പറയാൻ കാരണം. അല്ലെങ്കിൽ ഈ കൊറോണയ്ക്ക് മുമ്പുള്ള ഈ 4 കൊല്ലം കൊണ്ട് ഏത് പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? അപ്പോൾ അടുത്തത് സുബീഷേ, നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. അല്ലേ? അതെ. സിനിമയിൽ തന്നെ എൻ്റെ ഉപജീവനം കണ്ടെത്തിയപ്പോൾ വീണ്ടും മമ്മൂക്കയെ പരിചയപ്പെടുകയാണ്. അത് പഴയ പ്രീ ഡിഗ്രിക്കാരനായ ലാൽ ജോസ് അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന പദവിയിൽ ഇരിക്കുമ്പോഴാണത്. അഴകിയ രാവണൻ, മഴയത്തും മുൻപ് എന്നീ 2 സിനിമകളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു. രണ്ടുപേർക്കും ലിസ്റ്റിലുള്ള ഓരോന്ന് കിട്ടി. ഇനി അടുത്തത് സുനിൽ ഏതാണ്? നമ്പർ പറഞ്ഞോളൂ. നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. എന്തായാലും പെട്ടുപോയി, പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തായാലും ട്രൈ ചെയ്തു എന്നുള്ളതാണ് അല്ലേ? അപ്പം സുബീഷേ, നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. എൻ്റെ അമ്മേ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ജബാറെ, ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ? ഓക്കെ, മനോഹരമായ ട്രോൾ കിട്ടി. ഓക്കെ സുനിലെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കടുത്ത് പോകുന്നതിന് മുമ്പ് വരുണൻ എന്താണ് സംഭവിച്ചെന്ന് അറിയണമെന്ന് തോന്നി. ഈ ഫോണിൻ്റെ റിംഗ് ടോണും ഈ കോളിംഗ് ബെല്ലും ഒക്കെ അവൻ്റെ സൗണ്ട് പോലെ ഞങ്ങളുടെ ചെവി വന്ന് പതിക്കുന്നേ. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. നമ്പർ 6. അപ്പോൾ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാണ്ട് പോവാൻ പറ്റില്ല. ഇവനിത് ആരാ? ഇതാ എന്താണ്? കന്നഡയിലെ സൂപ്പർ സ്റ്റാർ നരേന്ദ്രകുമാർ ഷെട്ടി. വാപ്പിച്ചായോ? രണ്ടുപേരുടെ ലിസ്റ്റിലുള്ള ഓരോന്ന് കിട്ടിയല്ലേ? കിട്ടി. നമുക്ക് ബാലൻസ് ഉള്ള 2 സ്റ്റാർ വീതമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സുനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, പിഷാരടി. കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞങ്ങൾ അലുവ വാങ്ങാനായി തീരുമാനിച്ചു. ബിനോളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷുഗറാണ് വേണ്ടാന്ന്. ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു കാറ് വന്നു നിന്നു. അത് ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വകയായിട്ട് 1 കിലോ അലുവ തരുന്നുണ്ട്. ഇത് കേട്ടതും ബിനോളിയും വന്നിട്ട് പറയുവാണ്, മധുരമില്ലാത്ത അലുവ ഉണ്ടെങ്കിൽ 1 കിലോ എനിക്കും കൂടി എടുത്തേക്കുന്നത്. അടുത്തതായി വിനയ് ഫോർട്ട്. തെളിവില്ലെന്ന് കരുതി പോലീസും നിയമവും കൈമലർത്തിയപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ, നീ അത് നരകത്തിൽ പോയി ഒളിച്ചാലും നിന്നെ അവിടെ വന്ന് പൊക്കുമെന്ന്.
ചത്തെന്ന് കരുതി നീട്ടേച്ചു പോയ ജീവൻ ബോധം വന്നത് 18ാമത്തെ ദിവസം. ബോധം വന്നപ്പോൾ അവൾ പറഞ്ഞ ഒരേ ഒരു തെളിവ്, നിന്റെ ഈ മുറിച്ചെവി അന്വേഷിച്ച് ഞങ്ങൾ കഴിഞ്ഞ 8 മാസമായി അലയുമായിരുന്നു. ഓക്കെ, അടിപൊളി സുനിൽ. സുബീഷേ, ഏതൊക്കെയാണ് ഇനിയിപ്പോ രണ്ട്? ടി എസ് രാജു ചേട്ടനും ഷമ്മി തിലകൻ ചേട്ടനും. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലം സെക്കൻഡ് ഇയറാണ്. ഈ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ളൊരു ശാലീന സുന്ദരി ആർക്കും അവളെ കണ്ട പ്രേമം തോന്നിപ്പോവും. എനിക്കും തോന്നി. അന്ന് ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കുന്നെങ്കിൽ അത് അവളെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ വളച്ചെടുത്തു. 3 കൊല്ലം ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിൽ നിന്ന് ഒരുത്തം കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അവൾ എന്നെയും കളഞ്ഞിച്ച് അവൻ്റെ കൂടെ അരിവറക്കാൻ പോയി. ഇനി ടി എസ് രാജു ചേട്ടൻ. പ്രൊഫസറെ, കിഡ്നി ഉണ്ടല്ലോ, കിഡ്നി എൻ്റെ കൊച്ചിൻ്റെ കിഡ്നിയാ, എൻ്റെ ഷാലിമോളുടെ കിഡ്നി എടുത്താ നിങ്ങളുടെ തോളത്ത് പിടിപ്പിച്ചേക്കുന്നത്. കേണല് തന്തപ്പിടി പറഞ്ഞു കൊടുക്കും മോൾക്ക്, മാർക്കോസിനോട് കളിക്കല്ലേന്ന്. അപ്പൊ ആദ്യം ഷാജു. ഫസ്റ്റ് തന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ലാൽജോ സാറിൻ്റെ ശബ്ദം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ സാധാരണ നാച്ചുറൽ സംസാരിക്കുന്ന അതേപോലെ തന്നെ, ഒരു വ്യത്യാസം പോലും ഇല്ല. കണ്ണടച്ച് കേട്ട് കഴിഞ്ഞ് കറക്റ്റായിട്ട് തോന്നുന്നത്. അത് നന്നായിരുന്നു. പിന്നെ ഷമ്മി തിലകൻ കൂടുതൽ ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല കൂടുതൽ ആരെയും. അതും അസലായിരുന്നു. ടി എസ് രാജു നന്നായിരുന്നു. സുനിലായിക്കോട്ടെ, സുനിലെടുത്ത വിനയ് ഫോർട്ട്, ഉമ്മൻചാണ്ടി സാറ്, പിഷാരടി അല്ലേ, നന്നായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. അസലായി. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കാണാനും ആസ്വദിക്കാനും പറ്റിയെന്നുള്ളൊരു വലിയ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിപിൻ കോമ്പറ്റീഷനൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു ഞാനിവിടെ പെർഫോം ചെയ്തിട്ടല്ല, ഒരു തവണ കോമ്പറ്റീഷന് നിർത്തിയിട്ടുണ്ട് ഇവിടെ. ആണല്ലേ? എന്നിട്ട് ഒരെണ്ണം പോലും എനിക്ക് അറിയാവുന്ന ഒന്നും ഇട്ടില്ല. ഷക്കീലയുടെ കിട്ടുമെന്ന് അത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു. വിപിൻ ഒരു ദിവസം ഇവിടെ നിന്ന് അനുഭവിച്ചാണ്. ഗസ്റ്റ് ആയിട്ട് വന്നു. പക്ഷെ ഞങ്ങൾ കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യിപ്പിച്ചു. അതെ, കുറെ ട്രോളുകളൊക്കെ മേടിച്ചിട്ടാണ്. മേടിച്ചു തന്നെ. ഇവിടെ നിൽക്കണവരാരെ ഞാൻ ഒന്നും പറയില്ല, നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. അല്ല വിപിൻ, വിനയ് ഫോർട്ടിന്റെ ശബ്ദത്തില് നമ്മള് സ്ഥിരം കേൾക്കുന്നത് എപ്പോഴും ജാവ അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ് കേൾക്കുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള. ഏത് പടത്തിലായിരുന്നത് ഇത്? നമ്മുടെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല. നല്ല ക്ലൈമാക്സ് സീൻ. അതെ, അതൊരു ഡിഫറെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ തന്നെ ഇത്തിരി വൈകായിക ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ശബ്ദം ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത്. ഇവനെ സാധാരണ പ്രചോദനം വിട്ടുകൊടുക്കാത്തതാണ്. പ്രചോദത്തിന്റെ കഴിഞ്ഞുള്ള അത് എന്താണെന്നറിയോ, അനുവദിച്ചത് ഈ വൈകായിക ഉള്ളത് കൊണ്ടാ. പക്ഷേ പുള്ളി എടുത്തപ്പോഴും പ്രചോദേട്ടന്റെ മുഖത്ത് എക്സ്പ്രഷൻ വന്നായിരുന്നു. അവിടെ ഡബിങ്ങും ഇവിടെ കാണിച്ചു. അത് മാത്രമല്ല, മനസ്സിൽ എന്താണെന്നറിയോ, എന്റെ ഉമ്മൻചാണ്ടി സാറിനെയും കൂടി പോവാണല്ലേടാ. പിന്നെ ഇദ്ദേഹത്തിന്റെ എടുത്ത 3 കാര്യവും നല്ല പക്ക പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഗംഭീരമായി, അടിപൊളി. ഓക്കെ, സുബീഷ്, സുനിൽ, ഞാൻ പറയണത് ഈ ഷമ്മി തിലകൻ എന്ന് പറയുന്ന ചേട്ടൻ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സുബീഷിന് ഇനിയും ഒരുപാട് ശബ്ദങ്ങൾ അനുകരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. 3 സ്റ്റാറും ഭയങ്കര പെർഫെക്ഷനായിരുന്നു. ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം വളരെ വളരെ നല്ലായിരുന്നു. പ്രചോദനക്കാട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. രണ്ടുപേരും പൊളിച്ചു. ഷമ്മിത്തിലൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈയിടെയാണ് ഞാൻ അറിയുന്നത്, മറ്റേ കടത്തനടനമ്പാടി കണ്ടായിരുന്നു ഞാൻ. പ്രേം നസീറിന് കൊടുത്തേക്കണ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്ത് രസമായിട്ടാണ് കൊടുത്തേക്കണേ. സുധീഷ്, സുനിൽ ഗംഭീരം രണ്ടുപേരും. മെച്ചം ഇവര് പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം, പല ആളുകളും ലാൽജോ സാറിനെ ഒരുപാട് ആളുകൾ അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് 100-ൽ 100 എന്നൊക്കെ പറയില്ലേ, അത് കേട്ടത് ഇവിടെ നിന്നാണ്. പിന്നെ രണ്ടുപേരും ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ. പിന്നെ സുനിലെ നല്ല ഭാവിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് എന്താ പറയുക, മിമിക്രിയിൽ ഒരുപാട് സാധ്യതയുള്ളൊരു ആർട്ടിസ്റ്റാണ്. കീപ് ഇറ്റ് അപ്പ്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അജി, ഇവനെ ഈ സുനിൽ നമ്മുടെ സുധീർ പറവൂരിൻ്റെ ശബ്ദം വളരെ മനോഹരമായിട്ടൊന്ന് അനുകരിക്കും. അപ്പോൾ ഇന്ന് വിപിൻ ഇരിക്കുന്നതുകൊണ്ട് വിപിൻ്റെ അടുത്ത സുഹൃത്താണ്. ഇവരുടെ നമ്മുടെ എല്ലാവരുടെ സുഹൃത്താണെങ്കിൽ വിപിന് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സുധീർ പറവൂരിനെ അനുകരിച്ചാൽ. ഓക്കെ, ചെയ്യാം. സുധീർ പറവൂർ തെക്കേപ്പാടത്ത് പോയി വടി വെച്ച് പാണമ്പള്ളത്തെ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എനിക്കും കിട്ടും 350. ചേട്ടൻ ഗൾഫിലാ, അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അവിടെ അറബിയുടെ കൂടെ കടലിൽ പോയി വടി വെച്ച് പാണമ്പള്ളത്തെ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് മണലാരണ്യത്തിൽ തുണക്കി ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും 350 ദിർഹംസ് രാവിലെ തന്നെ. പാട്ട് പാടുവോ? സുരസുതരാചിതം
നിലക്കളി വിക്രീളിതം ശോഷിത സുമിത അഷ്ടസ്ത്രിതാപ്രിദന്തം ദൃഷ്ടിത മാത്രയേ നിർമ്മല സ്നേഹത്തിൽ യദുകുലകാംബോജി പ്ലിഞ്ഞോസവിൻസുള്ള തത്തേ തതമ്മേ തത്തക്കുട്ടി. പിന്നെ അലക്കിട്ടോ എക്സ്ട്രാ ഓർഡിനറി താങ്ക് യു ചേട്ടാ. രണ്ടുപേരും ഗംഭീരമായിരുന്നു. സുനിൽ ആൻഡ് സുബീഷ് ഇനിയും പറഞ്ഞ പോലെ കോമഡി ഉത്സവത്തിന്റെ വേദികൾ ഒരുപാട് സഞ്ചരിക്കാനുള്ള രണ്ടുപേരുമാണ്. അപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ രണ്ടുപേരും എത്തട്ടെ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റി ഇപ്പോൾ പുതിയ പാക്കിൽ പുതുമ മാറാത്ത രുചിയിൽ.